കോഴിക്കോട് മേപ്പയൂർ പുറക്കാമലയിൽ ക്വാറി ഖനന നീക്കം വീണ്ടും സമരസമിതി തടഞ്ഞു. സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഹൈക്കോടതി ഉത്തരവോടെയാണ് ഖനനം നടത്താനുള്ള നീക്കം നടക്കുന്നത്. രാഹുൽ സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. നമ്മളിപ്പോൾ പുറക്കാമലയിലാണുള്ളത്. രാവിലെ തന്നെ പ്രതിഷേധം അതിശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ 2 മണിയോടെ ഇവിടെ കംപ്രസറുമായി എത്തി പാറ പൊട്ടിക്കാനുള്ള നീക്കം ആരംഭിക്കുകയായിരുന്നു. അതിനെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ ഏതാണ്ട് 13 വർഷമായുള്ള സമരപ്പന്തലിന് മുന്നിൽ ഇവിടുത്തെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സ്ത്രീകൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്താണ് ഇവരുടെ ആവശ്യം, എന്താണ് നിലവിലെ സാഹചര്യം എന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഇന്ന് രാവിലെ എന്താ സംഭവിച്ചത്? രാവിലെ പുലർച്ചെ 2:30 മണിയോടെ കൂടിയാണ് കംപ്രഷനും അതുപോലെ തന്നെ വെടിമരുന്ന് നിറച്ച വണ്ടിയൊക്കെ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതറിഞ്ഞ് അത് ആ ഗ്രൂപ്പിലിട്ട, നമുക്ക് ഇതിൻ്റെ ഒരു ജനകീയ ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ അറിയിച്ച അനുസരിച്ച് നമ്മൾ പുലർച്ചെ ഒരു 4-4:30 കൂടി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളും അതുപോലെ തന്നെ വീട്ടിലുള്ള പ്രായമുള്ള ആളുകളും ഒക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ അവിടേക്ക് പോകുമ്പോൾ അവർ വേലി കെട്ടാനാണെന്നും മറ്റുമാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ നമ്മൾ 12 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ബഹുജന സമരമാണിത്. അപ്പോൾ ഈ ഒരു പ്രദേശത്തുള്ള ആളുകളൊക്കെ ഇതിനോടൊപ്പം നിൽക്കണമെങ്കിൽ ഇത് നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മുടെ പഞ്ചായത്തുകളിൽ നിന്നും ഇവർ അനുമതി വാങ്ങിയിട്ടുണ്ട്, ഹൈക്കോടതിയിൽ നിന്ന് അനുമതി വാങ്ങിയിട്ടുണ്ട് എന്നതിന് പുറമെ ഇതൊരു പാരിസ്ഥിതിക പഠനം നടത്തിയിട്ടല്ല ഇത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഭീഷണിയായിക്കൊണ്ട് ഈ ഒരു ക്വാറി മാഫിയ ഇങ്ങനെ മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ നമ്മൾ സമരത്തിലൂടെ അവരെ പിൻവാങ്ങുകയാണ് ചെയ്യിക്കരുത്. ജനപ്രതിനിധികൾ കൂടി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ ഈ അനുമതി കൊടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്നു എന്നുള്ള സാഹചര്യം ഉണ്ടോ നിലവിൽ? കാരണം തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി ഇല്ലാതെ ഇത്തരത്തിൽ പാറ ഖനനത്തിന് ഒരു അനുമതി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ലഭിക്കില്ലല്ലോ. സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറില്ല. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള കൃത്യമായി നമുക്ക് മനസ്സിലായിട്ടില്ല. 1, 2, ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമുക്കറിയാം ഒരു കോറി തുടങ്ങണമെങ്കിൽ 8 മീറ്റർ വീതിയുള്ള വഴി വേണം. ഈ കോറിയുടെ ലൈസൻസ് എടുക്കുന്ന സമയത്ത് 8 മീറ്റർ വീതിയുള്ള വഴി ഇവിടെ നിലവിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ് ലൈസൻസ് കിട്ടിയത് എന്നുള്ളത്, ഈ പറയുന്ന വഴിയിൽ പോകുന്ന സ്ഥലത്ത് കൃഷി ചെയ്യാനുള്ള ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പാട്ടനെടുത്താണ് അവർ. അപ്പോൾ ആ തരത്തിലുള്ള കൃഷിഭൂമി കടന്നിട്ടാണ് ഈ പറഞ്ഞ കോറിയിലേക്ക് വാഹനങ്ങൾ പോകേണ്ടത്. അപ്പോൾ ആ തരത്തിലടക്കം ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത നിയമവിരുദ്ധമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റുകൾ മുന്നോട്ട് പോകുന്നത്. എന്താണെങ്കിലും അതാണ് ജനപ്രതിനിധികളുടെ പ്രതികരണമാണ് കണ്ടത്. പുറക്കാമലയിലെ ഈ ഖോറി ഖനനത്തിന് മാനദണ്ഡങ്ങൾ മറികടന്നാണ് അനുമതി നൽകിയെന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഇവിടുത്തെ ജനങ്ങളും ജനപ്രതിനിധികളും ഒരുപോലെ മുന്നോട്ട് വയ്ക്കുന്നു. എന്താണെങ്കിലും ഈ ഖോറി ഖനനത്തിൽ നിന്നും അധികൃതർ പിന്മാറാതെ, ഈ ഉടമകൾ പിന്മാറാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് ഇവിടുത്തെ ആളുകളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്. എന്നാണെങ്കിലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് നിലവിലെ തീരുമാനം. ഇന്ന് രാവിലെ എത്തിച്ച പാറ പൊട്ടിക്കാനുള്ള യൂണിറ്റുകൾ തൽക്കാലം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഏത് സമയത്തും ഇവിടേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജനങ്ങളെല്ലാം അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കത്തിലാണ്. ഏത് നിമിഷവും പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയും പുറക്കാമലയിൽ നിലനിൽക്കുന്നുണ്ട്. പുറക്കാമലയിൽ നിന്നും അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.